ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് വീടുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? പേടിയാണ് മഴ സമയത്ത്. പേടിയാണ്. ഇവിടെ ആരും ഒന്ന് സഹായിക്കാമെന്ന് ആദ്യഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നു, പക്ഷെ പിന്നീട് ഒന്നും ഉണ്ടായില്ല. മേളുടെ ഭാഗം മൊത്തം ഫുള്ള് മലയാണ്. അപ്പോൾ അത് വലിയൊരു പേടിയാണ്, മഴ സമയത്ത് പേടി. ഇപ്പോൾ അമ്മയും ചേട്ടനും മാത്രമാണല്ലോ, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്കുള്ള സ്ഥലം ഞാൻ ജോലിയുടെ ചേട്ടനാണ്. എനിക്കുള്ള സ്ഥലം മോന് കൊടുത്തു. പിന്നെ നമ്മൾ ആ മോൻ്റെ വീട്ടിൽ അമ്മയും ഞാനും ഇവിടെ തന്നെ. ഇപ്പോൾ നിലവിൽ നേരത്തെ ജോയി ആണല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇപ്പം ജോയി പോയതിനു ശേഷം എങ്ങനെയാണ് വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? ചേട്ടൻ വേറെ കുടുംബമൊക്കെ ഉണ്ട്? അവസ്ഥയാണ്. പിന്നെ ഇപ്പം അങ്ങനെ ചെറിയ ചില്ലറ അങ്ങനെ കിട്ടിയതുകൊണ്ട് അതും അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ആളുകൾ ആരെങ്കിലും സഹായിക്കാനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിരുന്നു? സഹായിക്കാമെന്ന് എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഒന്നിനും ആരെയും കാണാനില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും ഇല്ല. പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിക്ക്, അതായത് ജോയിയുടെ സഹോദരിക്ക് കൊടുത്ത സ്ഥലത്തിലാണ് അവിടെ ഒരു 2 റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് അവർ അമ്മയും അനിയനുമായിട്ട് അവിടെ താമസിച്ചിരുന്നത്. അപ്പം ഇപ്പം വഴിയില്ല, ഒന്നുമില്ല. അപ്പം വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു, സ്ഥലം മാറ്റി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നെ ഇത് മുമ്പർ പറഞ്ഞു, സ്ഥലം നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു, വീടും വെച്ച് തരാം, അതിനുള്ള സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ മറ്റുള്ള ആൾക്കാർ ഒരു ഇതുമില്ല, പിന്നെ ആരെയും കാണാനുമില്ല. ഒരു വീട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പിന്നെ ഇത് വീട് മാത്രം, സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാമെന്ന് അമ്മയ്ക്ക്, അതായത് വഴി സൗകര്യം കണക്കാക്കി സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇത്. പിന്നെ ഒരു ജോലി ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഒരു ജോലിയും കൂടെ ചെയ്യാം എന്നുള്ളത് എല്ലാവരും അതിലേക്ക് വേണ്ടി മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ഒന്നും നടപ്പിലായില്ല. അതാണ്.